വെൽക്കം. റഹ്മാനാണ്. GIT ഫാർമക്കോളജിയിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ആസിഡ് വർദ്ധിക്കുന്നത് മൂലമുള്ള വിവിധ ആസിഡ് പെപ്റ്റിക് ഡിസീസസ്. അതിനകത്തിൽ പെപ്റ്റിക് അൾസർ ഉണ്ട്, ഗ്യാസ്ട്രിക് ആൻഡ് ഡ്യൂഡിനൽ അൾസർ ഉണ്ട്, ദെൻ ഹൈപ്പർ ആസിഡിറ്റി ഓർ ഹേർട്ട് ബേൺ ഉണ്ട്, GERD ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഫാർമക്കോളജി ഓഫ് പെപ്റ്റിക് അൾസർ എന്നാണ് നമ്മൾ സാധാരണ ഈ ഗ്രൂപ്പ് മരുന്നുകളെ പറ്റി പറയാം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡ്രഗ്സ് യൂസ് ഇൻ ദീസ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറയാം. ഓരോ ഗ്രൂപ്പിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ പറയും. അപ്പോൾ ഹൈപ്പർ ആസിഡിറ്റി ആയാലും GERD ആയാലും പെപ്റ്റിക് അൾസർ ആയാലും നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് സെക്രീഷൻ വർദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആസിഡ് സെക്രീഷൻ ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ സ്റ്റൊമക്. ആദ്യ ഗ്രൂപ്പ് മരുന്നുകൾ ആർ ദ ഡ്രഗ്സ് വിച്ച് റെഡ്യൂസസ്, കുറയ്ക്കുക അല്ലെങ്കിൽ തടയുക. ഈ ആസിഡ് സെക്രീഷൻ ഓഫ് ആസിഡ് തടയുകയോ കുറയ്ക്കുകയോ ഇൻഹിബിറ്റ് എന്ന് നമുക്ക് എഴുതാം. ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതാണ് സ്റ്റൊമക് എങ്കിൽ ഇതിൽ ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള പരേറ്റൽ സെൽസ് ആണ്. പരേറ്റൽ സെൽസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു പരേറ്റൽ സെൽസ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇതിന്റെ ഈ കനാലിക്കുലയിൽ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഉണ്ട്. ഇതിന്റെ പേര് H+K+ATPase എന്നാണ് നമ്മുടെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക പ്രോട്ടോൺ പമ്പ് എന്നാണ് വിളിക്കുക. പ്രോട്ടോൺ പമ്പ് H+ ആണ് പ്രോട്ടോൺ. ഈ പമ്പിന്റെ പണി ആക്റ്റീവായിട്ട് ഇവിടെ ATPase എന്നാണ് എഴുതുക. എനർജി ചെലവാക്കി, ATP ചെലവാക്കി 2 H+, ഇതാണ് കനാലിക്കുലയുടെ ഉൾവശമെങ്കിൽ പുറത്തേക്ക് അങ്ങ് തള്ളുകയാണ്. പകരം 2 പൊട്ടാസ്യം 2K+, 2H+ പുറത്തേക്ക് എളുപ്പോൾ 2K+ അകത്തേക്ക് എടുക്കുന്നു. ഇത് തടഞ്ഞാൽ ആസിഡ് സെക്രീഷൻ പൂർണ്ണമായിട്ട് തടയാം. ഇതിനെ തടയുന്ന മരുന്നുകൾക്ക് ഒരു 80-99% വരെ ആസിഡ് സെക്രീഷൻ നമുക്ക് തടയാൻ പറ്റും. ഇങ്ങനെയുള്ള മരുന്നുകളെയാണ് നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, PPIs എന്ന് പറയും. P for proton, P for pump, I for inhibitors. This is the number 1 or most effective മരുന്നുകൾ. ഈ മരുന്നുകളെ നമ്മൾ പ്രസോൾസ് എന്നാണ് വിളിക്കുക. എന്തെല്ലാം പ്രസോൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഓമിപ്രസോൾ ആണ് ആദ്യം വന്നത്. ഓമി എഴുതുക, പ്രസോൾ എഴുതുക. ദെൻ പിന്നെ ഓമിപ്രസോളിന്റെ തന്നെ S-OMI വന്നു. S-OMIപ്രസോൾ എന്ന് പറയുന്ന മരുന്ന് വന്നു. ദെൻ ലാൻസോ ഉണ്ട്, ലാൻസോപ്രസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇതിന്റെ തന്നെ ഡെക്സ് വന്നു, ഡെക്സ് ലാൻസോപ്രസോൾ വന്നു. ദെൻ പാൻറ്റോപ്രസോൾ ആണ് അടുത്ത മരുന്ന്. ദെൻ റാബിപ്രസോൾ, റാബിപ്രസോൾ എന്ന് പറയുന്ന മരുന്ന്. അതിന്റെ തന്നെ ഡെക്സ് റാബിപ്രസോൾ ഉണ്ട്. ദെൻ ഇലാപ്രസോൾ പോലെയുള്ള മരുന്നുകൾ വന്നു. ഇതെല്ലാം തന്നെ H+ATPase ഇറിവേഴ്സിബിൾ ഓർ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇറിവേഴ്സിബിൾ ആയിട്ട് തടയുന്ന മരുന്നുകളാണ്. പുതിയ ഒരെണ്ണം വരാനുള്ളത് ടാനാറ്റോ ആണ്. ടാനാറ്റോപ്രസോൾ എന്ന് പറയുന്ന മരുന്ന് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ PPI ആണ്. വേറെ ഗ്രൂപ്പ് മരുന്നുണ്ട്. അവ ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുക, പക്ഷേ ഇതിന്റെ K സൈറ്റിലാണ്. പൊട്ടാസ്യം സൈറ്റിൽ കോമ്പറ്റീറ്റീവ് ബ്ലോക്കർ ആയിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. അതിനെ നമ്മൾ പൊട്ടാസ്യം കോമ്പറ്റീറ്റീവ് ആസിഡ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ PCABs എന്ന് വിളിക്കും. PCABs മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൺ ഈസ് റിവാപ്രസാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. വാനോപ്രസാൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ പിന്നെ ഉള്ളത് ടിഗോപ്രസാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ഇന്ത്യയിലൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, പക്ഷെ മറ്റു ചില രാജ്യങ്ങളിലൊക്കെ സംഭവം അവൈലബിൾ ആണ്. ഇതാണ് ഒരു വിഭാഗം മരുന്നുകൾ. ഇനി ഈ പരേറ്റൽ സെൽസ് ഒന്നും കൂടി വരയ്ക്കാം. വരച്ചാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ പരേറ്റൽ സെൽസിന്റെ തൊട്ടടുത്തുള്ള ഒരു സെൽസ് ആണ് EC ലൈക്ക് സെൽസ് ഓർ എൻഡറോക്രോമാഫിൻ ലൈക്ക് സെൽ എന്ന് വിളിക്കും. ആൻഡ് ഇതിൽ നിന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പേരാണ് ഹിസ്റ്റമിൻ എന്നാണ് പറയാ. ഹിസ്റ്റമിൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കും. ആൻഡ് ഈ പ്രവർത്തിക്കുന്ന റിസപ്റ്ററിനെ നമ്മൾ ഹിസ്റ്റമിൻ 2H2 റിസപ്റ്റർ എന്നാണ്. ഇത് ഇവിടെ പോയി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആസിഡ് ഉണ്ടാകുന്നത് കൂടുതലാകും. അത് ഒരു 60-80% ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ തടഞ്ഞാൽ നമുക്ക് ഒരു 60-80% ആസിഡ് പ്രൊഡക്ഷൻ തടയാം. അതാണ് H2 ബ്ലോക്കർ. രണ്ടാമത്തെ ഗ്രൂപ്പ് H2 ബ്ലോക്കർ ഓർ ഹിസ്റ്റമിൻ റിസപ്റ്റർ 2 ബ്ലോക്കർ ഓർ ആന്റഗോണിസ്റ്റ് മരുന്നുകളെല്ലാം തന്നെ ടിഡിൻസ് ആണ്. ടിഡിൻസിലാണ് അവസാനിക്കുക. ഫേമസ് മരുന്നുകളാണ്. ഏറ്റവും ആദ്യം വന്നത് സെമിറ്റിഡിൻ എന്ന് പറയുന്ന മരുന്ന് ഏറ്റവും ഫേമസ്. പക്ഷെ റാനിറ്റിഡിൻ ആണ്. പിന്നെ ഫാമോറ്റിഡിൻ ഉണ്ട്, നിസാറ്റിഡിൻ ഉണ്ട്, ദെൻ റോക്സാറ്റിഡിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ
നിഫ്റ്റിഡിൻ. സോ ഇത്രയാണ് ടിഡിൻ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. സോ രണ്ടാമത്തെ ഗ്രൂപ്പ് ആസിഡ് തടയുന്ന സെക്കൻഡ് ഗ്രൂപ്പ് ഇതാണ്. ഇനി നമ്മുടെ സ്റ്റൊമക്കിൽ ഭക്ഷണം വരുമ്പോഴൊക്കെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ട് ആസിഡ് സെക്രീഷൻ കൂടും എന്ന് നമുക്കറിയാം. സോ അത് വർക്ക് ചെയ്യുന്നത് വാഗസ് നെർവ് വഴിയാണ്. വാഗസ് നെർവ് പുറത്തുവിടുന്നത് അസറ്റൈൽ കൊളീൻ. അസറ്റൈൽ കൊളീൻ ആക്ട് ചെയ്യാനായിട്ട് അതിന്റെ റിസപ്റ്റർ ഉണ്ട്, മസ്കാർനിക് റിസപ്റ്റർ. സോ ഇവിടെ M3 റിസപ്റ്റർ ഉണ്ട്, ഇവിടെയും ചിലപ്പോൾ കാണേക്കാം. ദെൻ M3 ആൻഡ് M1, അതിൽ തന്നെ M3 ആണ് കൂടുതലുള്ളത്. ഈ M3 റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഏകദേശം 40 to 50% ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും. സോ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആസിഡ് സെക്രീഷൻ കുറയ്ക്കാം. സോ M3 ബ്ലോക്കേഴ്സ് ആണ് മൂന്നാമത്തെ വിഭാഗം ആസിഡ് സെക്രീഷൻ തടയുന്ന മരുന്ന്. M3 അന്റഗോണിസ്റ്റ് ഓർ നമുക്ക് ആന്റി മെസ്കാർനിക് ഡ്രഗുകൾ എന്ന് വിളിക്കാം, മെസ്കാർനിക് അന്റഗോണിസ്റ്റുകൾ എന്ന് വിളിക്കാം. മരുന്നിന്റെ പേര് പൈറൻസെപ്പിൻ എന്നാണ്. വേറൊരെണ്ണം ടെലൻസെപ്പിൻ എന്നാണ്. ഇനി നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള അട്രോപ്പിൻ അല്ലെ, ആന്റി കോളിനർജിക് ആയിട്ട് പഠിക്കുന്ന അട്രോപ്പിൻ, ഡൈസൈക്ലോമിൻ, ഇവയ്ക്കൊക്കെ കുറേയൊക്കെ ഇതിനെ തടയാൻ പറ്റും. പക്ഷെ അവയെല്ലാം നോൺ സ്പെസിഫിക് ആണ്. ഇത് ഓൺലി ഇവിടെ മാത്രം തടയുന്ന തേർഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. സോ ഇതാണ് ഇപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആസിഡ് സെക്രീഷൻ തടയുന്ന മരുന്നുകൾ. ഇനി ആസിഡ് സെക്രീഷൻ തടയാൻ പറ്റുന്ന, ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയും പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്റ്റൊമക്കിനെ ആസിഡിൽ നിന്ന് സംരക്ഷിക്കുന്ന മ്യൂക്കസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഇതും പരേറ്റൽ സെൽസ്, ഇതാണ് പരേറ്റൽ സെൽസ്, ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അത് PGE2 ആണ് സംഭവം. നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത് PGE2 ആണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് PGE1 അനലോഗ്സ് ആണ്. PGE1 പ്രോസ്റ്റഗ്ലാൻഡിൻ E1 അനലോഗ്സ് പോലെയുള്ള പ്രധാന മരുന്ന് മീസോപ്രോസ്റ്റോൾ എന്ന് പറയുന്ന മരുന്നാണ്. മീസോപ്രോസ്റ്റോൾ ഇതൊക്കെ മൈക്രോഗ്രാമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആൻഡ് മീസോപ്രോസ്റ്റോൾ പോലെ വേറെ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രോസ്റ്റിൽ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ ക്ലോപ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഓർണോപ്രോസ്റ്റിൽ അടുത്ത മരുന്നാണ് റയോപ്രോസ്റ്റിൽ. സോ ഇവയെല്ലാം തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 അനലോഗ്സ് ആണ്. ഇവ ആസിഡ് സെക്രീഷൻ തടയുകയും ചെയ്യും, അതോടൊപ്പം തന്നെ കൂടുതൽ മ്യൂക്കസ് ഇവിടെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ശ്ലേഷ്മസ്തരം അല്ലെങ്കിൽ മ്യൂക്കസിനെ സംരക്ഷിക്കുന്ന തരം മരുന്നുകളാണ്. സോ ഇപ്പം 4 ഗ്രൂപ്പ് മരുന്നുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് PPI പറഞ്ഞു, അത് കഴിഞ്ഞ സ്ലൈഡിലാണ്. ദെൻ H2 ബ്ലോക്കർ, M3 ബ്ലോക്കേഴ്സ് ആൻഡ് PGE1 അനലോഗ്. സോ ഇവയെല്ലാമാണ് ആസിഡ് തടയുന്നത്, ആസിഡ് സെക്രീഷൻ തടയുന്ന മരുന്നുകൾ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഉണ്ടായ ആസിഡ് നമ്മൾ സ്റ്റൊമക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടായി എന്ന് കരുതുക. ഈ ആസിഡ് ഉണ്ടായതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുകയാണ്. ന്യൂട്രലൈസ് ദ ആസിഡ്. ഓക്കെ, സോ നിർവീര്യമാക്കലാണ്. സോ ഇതിന് വേഗത്തിൽ ഫലം കിട്ടും, ഫാസ്റ്റ് ആണ്, പ്രോംപ്റ്റ് സഡൻ പെയിൻ റിലീഫ് കിട്ടും. ഇവയാണ് നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഈസ് ആന്റാസിഡ്സ്. സോ മെക്കാനിസം ഈസ് ന്യൂട്രലൈസേഷൻ ആണ്. ആൻഡ് ആന്റാസിഡ്സ് 2 തരമുണ്ട്. ഒന്ന് സിസ്റ്റമിക് ആന്റാസിഡ് ആണ്. സിസ്റ്റമിക് ആന്റാസിഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡിലൂടെ കയറി GIയിലെത്തി പ്രവർത്തിക്കുന്ന മരുന്നാണ്. വേഗത്തിൽ ഫലം കിട്ടുന്നതാണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് പ്രധാനപ്പെട്ടത്. ദെൻ സോഡിയം സിട്രേറ്റ് ഈസ് ഓൾസോ യൂസ്. സോഡിയം സിട്രേറ്റ് ഉണ്ട്. ദെൻ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ട്. സോ ഇത് രണ്ടും സിസ്റ്റമിക് ആണ്. പിന്നെ ഉള്ളത് നമുക്ക് നോൺ സിസ്റ്റമിക് ആണ്. നോൺ സിസ്റ്റമിക് ആന്റാസിഡ്സ് എന്ന് പറയുമ്പോൾ ലോക്കലായിട്ടാണ്, അവ ബ്ലഡിലേക്ക് കയറുന്നില്ല, ലോക്കൽ ആക്ഷൻ ആണ്. അതിൽ നമുക്ക് മഗ്നീഷ്യത്തിന്റെ കോമ്പൗണ്ട്സ് ഉണ്ട്, അലൂമിനിയത്തിന്റെ കോമ്പൗണ്ട്സ്. ദെൻ മഗ്നീഷ്യം അലൂമിനിയം കൂടി ചേർന്നതുണ്ട്. മഗ്നീഷ്യത്തിൽ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഉണ്ട്. ദെൻ മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും, കാർബണേറ്റ് കിട്ടും, സിട്രേറ്റ്, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയം ചേർന്നവയിൽ ഏറ്റവും പ്രധാനം അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉപയോഗിക്കുക. ദെൻ അലൂമിനിയം ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, സോഡിയം സിലിക്കേറ്റ് ഉണ്ട്. ദെൻ ഡൈഹൈഡ്രോക്സി അലൂമിനിയം സോഡിയം കാർബണേറ്റ് ഉണ്ട്. ദെൻ അലൂമിനിയം ഹൈഡ്രോക്സി കാർബണേറ്റ്, അലോഗ്ലൂട്ടമോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ അസിഗ്ലൂട്ടമിൻ, ഗ്ലൂട്ടമൈഡ് അലൂമിനിയം ഉണ്ട്, അലക്സിറ്റോൾ. സോ ഇതെല്ലാം അലൂമിനിയം ചേർന്നതാണ്. ഇനി നമ്മൾ അലൂമിനിയവും മഗ്നീഷ്യവും കൂടി ചേർന്ന് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ രണ്ടിന്റെയും ദോഷങ്ങൾ കുറയും. അതാണ് അതിന്റെ പ്രത്യേക ഗുണം. ദോഷഫലങ്ങൾ കുറയ്ക്കാം. അപ്പോൾ മെഗാൾട്രേറ്റ് രണ്ടും കൂടി ചേർന്ന് ഏറ്റവും ഫേമസ് ഈസ് മെഗാൾട്രേറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ആൽമഗേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ഹൈഡ്രോടാൽസൈറ്റ് ഉണ്ട്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റ് ഡ്രൈഡ് ജെൽ. സോ ഇവയാണ് നമ്മുടെ ജലൂസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈജീൻ എന്നൊക്കെ പറയുന്ന ആന്റാസിഡ്സ് ആണ് ഈ സംഭവങ്ങൾ. സോ ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇനി അടുത്ത ഗ്രൂപ്പ് മരുന്നുകളെ നമുക്ക് അൾസർ പ്രൊട്ടക്റ്റീവ്സ് എന്ന് വിളിക്കാം. അൾസർ പ്രൊട്ടക്റ്റീവ്സ്, അൾസറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യലാണ്, അല്ലെങ്കിൽ സൈറ്റോ പ്രൊട്ടക്റ്റീവ്, സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് സൈറ്റോ പ്രൊട്ടക്റ്റീവ്സ് എന്ന് വിളിക്കാം. ഇവ
ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഞാൻ വീണ്ടും സ്റ്റൊമക്ക് വരയ്ക്കാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെയാണ് സാധാരണ അൾസർ ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെയാണ്. ഈ അൾസർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ചുറ്റും ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പം ആസിഡ് അവിടെ ഏക്കില്ല. സോ പ്രധാനപ്പെട്ട മരുന്ന് സുക്രാൾഫേറ്റ് ആണ്. സുക്രാൾഫേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ പിന്നുള്ളത് രണ്ടാമത്തത് ബിസ്മത്ത് ചേർന്ന മരുന്നാണ്. ബിസ്മത്ത് കോമ്പൗണ്ട്സിലെ ഫേമസ് കൊളോയിഡൽ എന്നുണ്ട്. ബിസ്മത്ത് സബ്സിട്രേറ്റ് CBS എന്നായിരിക്കും നമ്മൾ പറയാം. ദെൻ സബ്സിട്രേറ്റിന് പകരം സബ് സാലിസിലേറ്റ് നമ്മൾ ഉപയോഗിച്ചേക്കാം. ദെൻ ബിസ്മത്ത് അലൂമിനേറ്റ്, ബിസ്മത്ത് സബ് ഗാലൈറ്റ്, ബിസ്മത്ത് കാർബണേറ്റ്, സബ് കാർബണേറ്റ്, ഓക്സൈഡ്, അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് ബിസ്മത്ത് കോമ്പൗണ്ട്സും അവൈലബിൾ ആണ്. ദെൻ ഇനി ഇവിടെ ഇതേപോലെ തന്നെ മ്യൂക്കസിന്റെ കട്ടി, സാന്ദ്രത അങ്ങോട്ട് വർദ്ധിപ്പിക്കും. മ്യൂക്കസിന്റെ തിക്നെസ് വർദ്ധിപ്പിക്കുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന ചില മരുന്നുകളാണ്. ഒന്ന് കാർബനോക്സോലോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ എനോക്സോലോൺ പോലെയുള്ള മരുന്ന്. ഇത് നമ്മുടെ ഇരട്ടിമധുരം ലിക്വറൈസ്, അതിന്റെ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഗ്ലിസറൈസിനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. അതിന്റെ ഒരു സിന്തറ്റിക് ഫോം ആണ് കാർബനോക്സോലോൺ പോലെയുള്ള മരുന്ന്. ദെൻ ഈ ഗ്രൂപ്പിൽ ഒരുപാടുണ്ട്. ബെനിക്സേറ്റ്, സിട്രാക്സേറ്റ്, റിബാപ്മിപ്പൈഡ്, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. സോ ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് പറയുമ്പോൾ നമുക്ക് പറയാം. പിന്നെ ഒരു ഗ്രൂപ്പ് ആൾജിനേറ്റ് ആണ്. ആൾജിനേറ്റ് പോലെയുള്ള മരുന്ന്, ആൾജിനിക് ആസിഡ്, സോഡിയം ആൾജിനേറ്റ് പോലുള്ള പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുന്ന മരുന്നുകളാണ്. സോ അതും അൾസർ പ്രൊട്ടക്റ്റൻസ് ആണ്. ദെൻ സൈമെത്തിക്കോൺ പോലുള്ള ആന്റിഫോമിംഗ് ഏജൻസ് ഉണ്ട്. സൈമെത്തിക്കോൺ ജലൂസിലൊക്കെ MPS എന്നൊക്കെ പറയുന്നതായിരിക്കും. സൈമെത്തിക്കോൺ പോലുള്ള അമിതമായിട്ടുള്ള വാതകം കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഫോമിംഗ് ഏജന്റ്, ആന്റിഫോമിംഗ് ഏജന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്. ദെൻ ഈവൻ പ്രോകൈനറ്റിക് ചില മരുന്നുകൾ, മെറ്റോക്ലോപ്രമൈഡ്, ഡോംബെറ്റിനോൺ പോലെയുള്ള മരുന്നുകൾ ഇവിടെ നിന്ന് ഫുഡ് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് ഇറക്കി വിടും. അപ്പോൾ ഇവിടെ ഫുഡില്ലെങ്കിൽ ആസിഡ് കുറയും, അങ്ങനെ ആക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഇനി ആസിഡ് ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചത് H. പൈലോറി എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ബാക്ടീരിയ സംഭവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കൊല്ലാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, അത് കൂടെ കൊടുക്കണം. പ്ലസ് അതിനൊപ്പം നമ്മൾ ചില ആന്റിബയോട്ടിക്സ്, ഉദാഹരണത്തിന് ക്ലാരിത്രോമൈസിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്, അമോക്സിസില്ലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്, ദെൻ മെട്രോനിഡസോൾ അല്ലെങ്കിൽ നമുക്ക് ടിനിഡസോളും വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ടെട്രാസൈക്ലിൻസ് നമ്മൾ ഉപയോഗിക്കാം. ദെൻ പിന്നെ ലീവോഫ്ലോക്സാസിൻ പോലെയുള്ള മരുന്നുകളൊക്കെ പല തെറാപ്പിയാണ്. അപ്പോൾ 3 മരുന്നുള്ള തെറാപ്പി, 4 മരുന്നുള്ള ട്രിപ്പിൾ തെറാപ്പി, ക്വാഡ്രാപ്പിൾ തെറാപ്പി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് റെജിമെൻ. സോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ട്. സോ ഇതെല്ലാമാണ് ആസിഡ് പെപ്റ്റിക് ഡിസീസസ്, ഹൈപ്പർ ആസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, GERD, പെപ്റ്റിക് അൾസർ തുടങ്ങിയതിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ. സോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് ഓരോ ഗ്രൂപ്പും PPI പറ്റി പറയണം, ദെൻ റാനിറ്റിഡിൻ പോലെയുള്ള മരുന്നുകളെ പറ്റി, ആൻറ്റാസിഡ്സ് ഒക്കെ നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.